ഭക്ഷണം നിറയ, അത് സാധാരണയായി വയറ് നിറയ എന്നുള്ളത് തന്നെ ഹൃദയത്തെ മരിപ്പിക്കുകയും ശരീരത്തിന് വളരെ വലിയ രോഗമുണ്ടാക്കുകയും ചെയ്യും. അധികരിച്ച രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം വയറ് നിറയലാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നല്ല പോലെ എല്ലാവരും ചിന്തിക്കുക, നല്ല പോലെ അത് മനസ്സിലാക്കുക. മാത്രമല്ല, ഹൃദയവും മരിച്ചു ഭക്ഷണം അധികരിച്ച ജനത നരകത്തിലേക്ക് എത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ ആയത്തുണ്ട്. വല്ലദീന കഫറു യതമത്തഊന വയകുലൂന കമാ തഅകുലുൽ അൻആം. നരകത്തിലേക്ക് പോകേണ്ട ആളുകളുടെ വിധം പരിധിയില്ലാതെ സുഖിക്കും, പരിധിയില്ലാതെ തിന്നും. അൽ മുഅ്മിനു യഅകുലു ഫീ മഅൻ വാഹിദ് വൽ കാഫിറു യഅകുലു ഫീ സബഅതി അമാൽ. മുഅ്മിനായ മനുഷ്യൻ ഒരു കുടലിൽ കഴിക്കും, കാഫിറായ മനുഷ്യൻ 7 കുടലിൽ കഴിക്കും. ഹബീബാ നബി പറഞ്ഞു, അതായത് മുഅ്മിനിന്റെ സ്വഭാവമുള്ളവൻ ഒരു കുടലിൽ കഴിക്കും, കാഫിറിന്റെ സ്വഭാവമുള്ളവനോ 7 കുടലിൽ കഴിക്കും. കേട്ടോ, ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇന്ന അൽ മുഅ്മിനു യഅകുലു ഫീ മഅൻ വാഹിദ്. മുഅ്മിനായ മനുഷ്യൻ ഒരു കുടലിൽ കഴിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ ഈ പിന്നെ സൽക്കാരക്കാരോട് ഞാൻ പറയാ, ഇത് വളരെ ശ്രദ്ധിക്കണം. സത്യത്തിൽ ഈ സൽക്കാരക്കാരെ അത്ര ഒരു അപകടകാരികളില്ല. സൽക്കാരക്കാർ നല്ല ഭക്ഷണം അവിടെ കൊണ്ടു നിൽക്കുക, എന്നിട്ട് അവിടെ പറയാ എല്ലാവരും ആവശ്യത്തിന് കഴിക്കണേ എന്ന് പറയാ, ഇടക്കിടക്ക് കഴിക്കണേ മറക്കരുത് എന്ന് പറയാ. എന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഇതിങ്ങനെ കോഴി ഒഴിച്ചു കൊടുക്കുക. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യമാണ്. മനുഷ്യന്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ നടക്കുക, ഏത് നേരം നടക്കുക. അത് വളരെ അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതെന്ന് പറയും. എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലത്തെ ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും അവസരം ഉണ്ടാവില്ല. ഇത് പുറത്തേക്കും ഇത് നമ്മളവർ ബഹുമാനിക്കാനാണ് വിചാരിക്കണം. സത്യത്തിൽ എങ്ങനെയെങ്കിലും ഇയാൾ വേഗം തീർന്നു കിട്ടണമെന്നാണ് അവരെ കൊതിയും തോന്നിപ്പോവും. ഇത് വളരെ ദോഷകരം. ഭക്ഷണം അവിടെ കൊണ്ടു നിൽക്കുക, ഇങ്ങനെ പറയും ചെയ്യാം, കഴിക്കണം കേട്ടാ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാം. ആവശ്യത്തിന് അവർക്ക് നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ അവർ കഴിക്കുമല്ലോ. എന്തിനാണ് ഈ ഭക്ഷണങ്ങൾ മുഴുവൻ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ കിഫായത്ത് അയാൾക്കല്ലേ അറിയുള്ളൂ. പിന്നെ പാത്രത്തിലെത്തിയ മനുഷ്യന്മാർ കുഴങ്ങും ചെയ്യും. എന്നൊരു മാന്യത ഉണ്ടല്ലോ, ആ ഭക്ഷണം അവിടെ പകുതിയാക്കിയിട്ട് പോകാൻ നന്നാ അതൊരു മാന്യതക്കല്ല, ഒരു ഭക്ഷണം പകുതിയാക്കിയിട്ട് പോകുന്നത്. ഇത് എല്ലാ നേരത്തെ ഒരു മനുഷ്യനായി പോയാൽ എന്താ ചെയ്യാ, എന്ത് ചെയ്യും? അതൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കണം. ഈ ഇന്നത്തെ നമ്മളെ സൽക്കാരങ്ങൾ പലപ്പോഴും അതിരി കവിയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭക്ഷണങ്ങളിലോ പലപ്പോഴും ഈ മേധസ് കൂട്ടുന്ന ഭക്ഷണങ്ങളാവും കൂടുതൽ. നെയ്യും ഈ തെങ്ങ് ബ്രാൻഡ് മൈദയും ഡാൽഡയും ഇതൊക്കെ അങ്ങോട്ട് കൂട്ടിക്കുഴച്ചിട്ട് ഒരു കോലായിരിക്കും, ഒരു പരുവത്തിലായിരിക്കും. ഇതൊക്കെ മനുഷ്യന് വളരെ ദോഷം ഉണ്ടാക്കുന്നു. ഇനി മുസ്തഫ നബിയുടെ രീതി പറയാൻ സ്ഥലം ഒരാൾ കഴിക്കുമ്പോൾ അന്വേഷിക്കണം. സുന്നത്ത് ഇതെന്താണ്, ഇതെന്താ സാധനം എന്താണ് ചോദിക്കണം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദി മാ യുഖദ്ദിമു യദഹു ലിതആമിൻ ഹത്താ യുഹദ്ദസ ബിഹി വയുസമ്മാ ലഹു. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുഖദ്ദിമു യദഹു ലിതആമിൻ, ഒരു ഭക്ഷണത്തിലേക്ക് കൈ നബിയോട് വെക്കൂല. ഹത്താ യുഹദ്ദസ ബിഹി, അതിനെക്കുറിച്ച് നബിയോട് പറഞ്ഞു കൊടുത്തിട്ടല്ലാതെ. വയുസമ്മാ ലഹു, അതിന്റെ പേര് ഇന്നതാണ്, ആ സാധനം എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ കൈ വെക്കൂല. മനസ്സിലായില്ല? കിട്ടുന്നത് മുഴുവനും അകത്താക്കാനുള്ള കമ്പോസ്റ്റ് കുയ്യന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കണം. കമ്പോസ്റ്റ് കുഴിയാകുമ്പോൾ എലി ചത്തതും പൂച്ച ചത്തതും മുഴുവൻ ഇത് കൊണ്ട് വിളിച്ച, അങ്ങനെയുള്ളത് മുഴുവനും വലിച്ചിടാനുള്ള കുറെ തീറ്റക്കാർ ഇവിടെ പരിസരത്തൊക്കെ ഉള്ളത് ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തരും മുഖം പൊത്തിരുന്ന് ചിരിക്കണവും ഞാൻ കാണുന്നുണ്ട്. പല ചീത്തക്കാരെ എനിക്ക് അറിയുകയും ചെയ്യാം, ഞാൻ കാണുന്നുണ്ട് പലരെയും. ഇതല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ റസൂൽ എന്ത് ചെയ്യും? ഈ ഹദീസ് കേട്ടോ, ഈ ഹദീസ് തന്റെ കൈ റസൂൽ കണ്ട് വെക്കില്ല. ഹത്താ യുഹദ്ദസ ബിഹി, നബിയോട് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ ഇത് ഇന്ന സാധന നബിയെ ഇതാണ് ഇതാണെന്ന് പറയാതെ കൈ വെക്കൂല. വലാ യുസമ്മാ ലഹു, ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, അത് ഇന്നതാണ്. മാംസാണെങ്കിൽ തന്നെ എന്ത് മാംസം, ഏത് ഉടുമ്പിറച്ചിയാണിത് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരാൾ വെച്ചു. ഹബീബ നബി വെച്ചില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലതാണ് വേറെ വിഷയമുണ്ട്, ഉടുമ്പിറച്ചി നല്ലതാണെന്ന് വേറെ വിഷയം അപ്പുറത്ത് പറയുന്നുണ്ട്. കഴിച്ചില്ല, പിന്നെ നീക്കി. റസൂൽ കഴിച്ചില്ല, പിന്നെ നീക്കി. റസൂൽ കഴിച്ചില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇക്റാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് ഉണ്ടായിരുന്നു. രണ്ടാമത്തോട്ടും ഈ റിവായത്ത് കാണുന്നുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു പാത്രം വലിച്ചും കൊണ്ട് വെച്ചു. എന്നിട്ട് ഫഅകല മിൻഹ, ആ പാത്രത്തിൽ നിന്ന് ഉടുമ്പർച്ച എങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഫമാ സജറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വിരോധിച്ചതുമില്ല. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല എന്നർത്ഥം, ഉടുമ്പർച്ച റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. എന്നാൽ കഴിക്കുന്നതിന് വിരോധമില്ല.
റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് വെച്ചു നേരി റസൂലുള്ളാഹി കേൾക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇതിൻ്റെതാന്ന് പറയാം, എന്നിട്ട് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴേ കേൾക്കുള്ളൂ എന്ന്. അവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണത്തിന്റെ തളികൾ വെക്കുമ്പോഴത്തിന് അതിലേക്ക് അങ്ങോട്ട് ചാടി വീണിട്ട് ഈ സ്വഭാവം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അത് വളരെ വലിയ അപകടം വരുത്തും. വയറ് നിയന്ത്രിച്ചാൽ തന്നെ മനുഷ്യന് ഏകദേശം രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യന് പ്രധാനമായും നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിയാത്ത വിധത്തിൽ ഭക്ഷണങ്ങൾ കഴിച്ചു. ഹളുമിന്റെ ശേഷം അല്ലാതെ ഭക്ഷണം കഴിക്കാനേ പാടില്ല. ഹളും പറഞ്ഞാൽ ഒന്ന് കഴിച്ചത് പൂർണ്ണമായി അങ്ങോട്ട് തീരാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. 3 വിഭാഗം ആളുകൾ അല്ലാഹു തആലക്ക് കോപ്പാണ്. ഏതാ 3 വിഭാഗം ആളുകൾ? ഒന്ന് അല്ലാഹു മിൻ ഗൈരി തഅജ്ജുബിൻ, ഒരത്ഭുതം കാണാതെ വെറുതെ വർത്താനം പറഞ്ഞ് ചിരിക്കുക. ഒരത്ഭുതം കാണാതെ എങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടേ ഇരിക്കുക, ചിരിക്ക് വേണ്ടി കൂടുക, അത് അല്ലാഹുക്ക് ദേഷ്യാണ്. രണ്ടാമത്തെ അന്നൗമു ബിന്നഹാരി മിൻ ഗൈരി സഹരിൻ ബില്ലൈൽ, അള്ളാഹു പ്രധാനമാക്കിയ ഒരു കാര്യത്തിന് വേണ്ടി ഉറക്കൊഴിവാക്കാതെ രാത്രി പകല് കിടന്നുറങ്ങുക, അത് അല്ലാഹു തആലക്ക് ദേഷ്യാണ്. അല്ലാഹു തആലക്ക് അനുവദിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഉറക്കൊഴിവാക്കിയവർക്ക് മാത്രമേ പകൽ ഉറങ്ങാൻ പാടുള്ളൂ, അല്ലാതെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ രാത്രി ഉറക്കൊഴിവാക്കിയിരിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്ന് പകലും അങ്ങനെ ഉറക്ക് വിസയിൽ കിടക്കുന്നത് അല്ലാഹു തആലക്ക് ദേഷ്യാണ്. മൂന്നാമത്തെ അല്ലാഹു തആലക്ക് ദേഷ്യമുള്ള കാര്യം അൽ അക്ലു മിൻ ഗൈരി ജൂഇൻ, ഒന്ന് തിന്നത് വിശക്കാതെ പിന്നെ തിന്നു. ഇത് ബഹുമാനപ്പെട്ട അബൂ താലിബിൻ മക്കി തങ്ങൾ തന്റെ ഖുതുൽ ഖുലൂബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയാല്ല, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. അൽ അക്ലു മിൻ ഗൈരി ജൂഇൻ, ഒരു വിശക്കാതെ ഭക്ഷണം കഴിക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളിവടിയും പിന്നെ സമൂസയും വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൂടെ പൊടിച്ചിട്ട് ഒന്നാം നാട്ടിലെ തട്ടി കയറ്റിട്ട് ഏമ്പക്കെട്ടിട്ട് 3 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേന് പിന്നെ അടുത്ത ഇരുത്തിരിക്കുക. ഈ അടുത്ത ഇരുത്തം ഇരിക്കുന്നതിന് പിന്നിൽ എന്ത് ധാർമ്മികമായ അധികാരമാണുള്ളത് നമുക്ക്? ഒന്നാമത്തെ ഇപ്പോഴും അങ്ങനെ പുളിക്കാതെ അവിടെ കിടക്കുന്നുണ്ട്, അതിങ്ങനെ അട്ടിയായി കിടക്കുകയാണ്. അതിലെല്ലാം ഉണ്ട്, അതിന് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിന് പരിപ്പ് വട ഉണ്ട്, അതിന് ഉള്ളിവട ഉണ്ട്, അതിന് ക്യാരറ്റ് വട ഉണ്ട്, അതിന് എന്താ സമൂസ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ തരിക്കഞ്ഞും മല്ലരും റബയും മറ്റൊരു മുഴുവനും ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിന് വത്തക്ക ഉണ്ട്, എല്ലാ സാധനമാക്കിയിട്ട് ഫുള്ളായിട്ട് കിടന്നിട്ട് ഒരു 3 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേന് പിന്നെ ഇരിക്കാം, പിന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ റമളാനിൽ കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടി. ഈ മനുഷ്യന്മാർക്ക് ഇതുകൊണ്ടാ. എന്നോട് ഈ ആഴ്ച ഒരാൾ പറയാണ്, ഇപ്പോഴത്തെ ഈ തീറ്റയുടെ വിധത്തിലായിരുന്നെങ്കിൽ അല്ലാഹു തആല പറയാം നിങ്ങൾ ഒരിക്കൽ നോമ്പ് വെൽക്കരുതെന്നായിരിക്കും. ഈ വിധത്തിലാണ് ഇന്നത്തെ ഈ വിധത്തിലാണ് അക്കാലത്തെ മനുഷ്യന്മാരെങ്കിൽ അല്ലാഹു പറയാം നിങ്ങൾ തീരെ നോമ്പ് നോൽക്കാതിരിക്കലാണ് ഞങ്ങൾക്ക് പറഞ്ഞാക്കിയിട്ടുള്ളത് എന്നാവുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊരു മനുഷ്യന്റെ കാര്യം. അപ്പൊ ഇതൊക്കെ മനുഷ്യന് വളരെ രോഗം ഉണ്ടാക്കും. അല്ലാക്കലും വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക അത് പാടില്ല. മനുഷ്യന് വളരെ രോഗം ഉണ്ടാക്കും. ഹളുമ പൂർണ്ണമാകും. എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ നല്ല കാര്യമാണ്.